സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയിലേക്ക് ആശാ വർക്കേഴ്സിന്റെ മാർച്ച്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാ വർക്കേഴ്സാണ് നിയമസഭയിലേക്ക് മാർച്ച് നടത്തിയത്. സമരക്കാർക്ക് പിന്തുണയുമായി സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും പ്രതിഷേധം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന രാപകൽ സമരത്തിന് 22ാം ദിവസമാണ് നിയമസഭാ മാർച്ച് സംഘടിപ്പിച്ചത്. 1000-ഓളം ആശാ വർക്കേഴ്സ് സമരത്തിൽ പങ്കെടുത്തു. ഓണറേറിയം വർധന, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കൽ തുടങ്ങിയ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നുവെന്ന് സമരക്കാർ. ഓണറേറിയം വർദ്ധിപ്പിച്ചു തരേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അവരാണ് തരുന്നതെന്നല്ല അവർ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവര് 21,000 രൂപക്കാന്ന് പറഞ്ഞ അവരല്ലേ? അതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരെ സമരം നടത്തുന്നത്. കെ രമ MLA മാർച്ചിന് ഐക്യദാർഢ്യവുമായി എത്തി. ആശാ വർക്കേഴ്സിന് പിന്തുണയുമായി കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്കും മറ്റിടങ്ങളിൽ ജില്ലാ ആസ്ഥാനങ്ങളിലേക്കുമായിരുന്നു കോൺഗ്രസിന്റെ മാർച്ച്. എല്ലാ ദിവസവും ആശാ വർക്കർമാരാണ് കേരളത്തിന്റെ പൊതുശത്രുക്കൾ എന്നുള്ള നിലയിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം ഇവരെ ശത്രുക്കളായി കണ്ട അവർക്കെതിരായിട്ടുള്ള പ്രസ്താവനകളാണ് ഇറക്കുന്നത്. കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ സംസാരിച്ചത്. ആശാ വർക്കേഴ്സിന് രാജ്യത്ത് ഏറ്റവും അധികം ഓണറേറിയം നൽകുന്നത് കേരളത്തിലാണെന്നും മന്ത്രി ആവർത്തിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് സർ. ആ ഓണറേറിയം മാത്രമല്ല, അപ്പോൾ തെറ്റായിട്ട് അതും വ്യാഖ്യാനിക്കുന്നുണ്ട് സർ. ഓണറേറിയം മാത്രമാണ്, അങ്ങനെയല്ല. ഓണറേറിയം കൂടാതെ 3000 രൂപ ഫിക്സ്ഡ് ഇൻസെന്റീവ് ഉണ്ട് സർ. മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നതുവരെ സമരം തുടരാനാണ് ആശാ വർക്കേഴ്സിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം.